ഹലോ സുഹൃത്തുക്കളെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്ന കാര്യം വളരെയധികം ഇമ്പോർട്ടൻറ്റും അതേപോലെ തന്നെ എല്ലാവരും മനസ്സിലാക്കിയിരിക്കേണ്ടതുമായിട്ടുള്ള ഒരു രോഗാവസ്ഥയാണ് ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത്. രോഗമുണ്ടെങ്കിലും രോഗമുണ്ടെന്ന് മനസ്സിലാകാത്ത ഒരവസ്ഥ, എപ്പോഴും സുഖമില്ലാത്തൊരവസ്ഥ. അതെ, അതാണ് ഫൈബ്രോമയാൽജിയ എന്ന കണ്ടീഷൻ. ഈ പേര് കേൾക്കുന്ന പോലെ തന്നെ ഫൈബർ മയാൽജിയ, അതായത് ഫൈബർ എന്ന് പറയുന്നത് മസിൽ ഫൈബർ, അതേപോലെ തന്നെ മയോ എന്ന് പറയുന്നത് മസിൽ അല്ലെങ്കിൽ നമ്മുടെ പേശി എന്ന് പറയുന്നത്, ആൽജിയ എന്ന് പറയുന്നത് പെയിൻ ആണ്. അതെ, ഫൈബ്രോമയാൽജിയ നമ്മുടെ പേശികൾക്കുണ്ടാകുന്ന വേദന എന്നതാണ് ഇതിന്റെ അർത്ഥം. പ്രത്യക്ഷത്തിൽ നമുക്ക് രോഗമുണ്ടെങ്കിലും ഒരു തരത്തിലും നമുക്ക് രോഗമുണ്ടെന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കത്തില്ല. അതേപോലെ തന്നെ രോഗനിർണയം എന്ന് പറയുന്നതും വളരെയധികം ഒരു കോംപ്ലിക്കേഷൻ ആയിട്ടുള്ള ഒരു ഫാക്ടറാണ് ഫൈബ്രോമയാൽജിയയിൽ. എന്തെന്നാൽ ഇത് ഒരു ഫങ്ഷണൽ സൊമാറ്റിക് സിൻഡ്രം ആണ് ഈ പറഞ്ഞ ഫൈബ്രോമയാൽജിയ എന്ന് പറയുന്നത്. കാരണം ഈ പറയുന്ന രോഗലക്ഷണങ്ങൾ, അതായത് റുമറ്റോളജിക്കൽ, ന്യൂറോളജിക്കൽ, അതേപോലെ ഗ്യാസ്ട്രോ ഇൻഡസ്റ്റൈനൽ, ഇതേപോലെ ഒരുപാട് കണ്ടീഷനുകളുടെ സിംറ്റംസ് ഒക്കെ തന്നെ ഇവിടെ നമുക്ക് കാണാൻ പറ്റും ഈ ഫൈബ്രോമയാൽജിയയിൽ. അതുകൊണ്ട് തന്നെ രോഗനിർണയം എന്ന് പറയുന്നത് ന്യൂറോളജിക്കൽ ആണോ, റൊമറ്റോളജിക്കൽ ആണോ, ഗ്യാസ്ട്രോ ഇൻഡസ്റ്റൈനൽ ആണോ, ഏതാണെന്ന് നമുക്ക് രോഗനിർണയം നടത്താൻ തന്നെ വളരെയധികം ബുദ്ധിമുട്ടാണ് ഫൈബ്രോമയാൽജിയ എന്ന് പറഞ്ഞ ഈ കണ്ടീഷനിൽ. നമുക്ക് ഫൈബ്രോമയാൽജിയെ പറ്റി കൂടുതലായിട്ടൊന്ന് അറിയാം. ഈ ഫൈബ്രോമയാൽജിയ എന്നത് ഒരു പ്രത്യേകതരം രോഗാവസ്ഥയാണെന്ന് നമ്മൾ മുമ്പേ പറഞ്ഞു. അതെ, എപ്പോഴും ക്ഷീണം, തളർച്ച, ഒരു കാര്യത്തിൽ നമുക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കാനുള്ള ബുദ്ധിമുട്ട്. ഇപ്പൊ പഠിക്കുന്ന ഒരു കുട്ടികളാണെങ്കിൽ അവർക്ക് പഠിക്കുന്ന കാര്യങ്ങളെ പറ്റി കൂടുതലായിട്ട് ഗ്രഹിക്കാൻ പറ്റുന്നില്ല, ഓർത്തിരിക്കാൻ പറ്റുന്നില്ല, എപ്പോഴും ക്ഷീണം, എന്നാൽ ഒരുപാട് നേരം ഉറങ്ങുന്നുണ്ടാകാം, ചിലർക്ക് ഉറക്കം കുറവുണ്ടാകാം. കാരണം പലരിലും ഉറക്കക്കുറവാണ് ഏറ്റവും അധികം കണ്ടുവരുന്നത്. ചിലരിൽ ഒരുപാട് നേരം ഉറങ്ങുന്നുണ്ടെങ്കിലും ഉണരുന്ന സമയത്ത് ഭയങ്കരമായ ക്ഷീണം. ക്ഷീണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഴുന്നേറ്റ് കഴിഞ്ഞ് അവർ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചെന്ന് പറഞ്ഞാലും എല്ലാം പ്രോട്ടീനുള്ള ഫുഡുകൾ കഴിച്ചെന്ന് പറഞ്ഞാലും ഇവർക്ക് എപ്പോഴും ഒരു തളർച്ചയായിട്ടുള്ള ഒരു അവസ്ഥയായിരിക്കും ഈ പറഞ്ഞ ഫൈബ്രോമയാൽജി ആയിട്ടുള്ള കണ്ടീഷൻ. ഇതിൻ്റെ അകത്ത് ഇത് എങ്ങനെ ഉണ്ടാകുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു എക്സാക്റ്റ് ആയിട്ടുള്ള റീസൺ നിലവിൽ ഇന്നും വർഷങ്ങൾക്ക് മുമ്പ് തൊട്ട് ഇതിന്റെ റിസർച്ചുകൾ കണ്ടുവരുന്നുണ്ട്. അതേപോലെ തന്നെ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഈ പറഞ്ഞ കണ്ടീഷനെ ഡയഗ്നോസിസ് ചെയ്തിട്ടുണ്ട്, ഇതെന്താണ് കണ്ടീഷൻ എന്ന് കണ്ടുപിടിച്ചിട്ടുണ്ട്, എല്ലാം ഉണ്ടെങ്കിലും ഇതിന്റെ എക്സാക്ട് ക്ലിയർ ക്ലാരിറ്റി ആയിട്ടുള്ള ഒരു റീസൺ ഇന്നും പറയാൻ പറ്റത്തില്ല. കാരണം ഇതെന്തുകൊണ്ടാണ് ഇത് ഉണ്ടാകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റിസർച്ചസിന്റെ അകത്ത് തന്നെ പറയുന്നത് മനഃശാസ്ത്രപരമായിട്ടും അതേപോലെ നമ്മുടെ പരിസ്ഥിതി ബന്ധമായിട്ടും ജനിതക ഘടനയ്ക്കുള്ള മാറ്റങ്ങൾ കൊണ്ടുമാണ് ഈ പറഞ്ഞ ഫൈബ്രോമയാൽജിയ എന്ന് പറഞ്ഞ കണ്ടീഷൻ ഉണ്ടാകുന്നതാണ് റിസർച്ചുകൾ തന്നെ പറയുന്നത്. കാരണം റിസർച്ചിന്റെ അകത്തെല്ലാം തന്നെ ഇത് എന്തുകൊണ്ടാണ് എക്സാക്ട് റീസൺ, ഒരു മനുഷ്യ ശരീരത്തിൽ ഫൈബ്രോമയാൽജിയ എന്ന് പറഞ്ഞ ഈ കണ്ടീഷൻ ഉണ്ടാകുന്നതിന്റെ എക്സാക്ട് റീസൺ എന്താണെന്ന് കണ്ടുപിടിക്കാൻ നോക്കിയിട്ട് ഒരു ക്ലിയർ ക്ലാരിറ്റി ഇന്നും നിലവിൽ കിട്ടിയിട്ടില്ല. പക്ഷേ ഈ പറഞ്ഞ മെഡിക്കൽ ഡയഗ്നോസിസിന്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ മെഡിക്കൽ ഈ പറഞ്ഞ ഘടനകളൊക്കെ തന്നെ വെച്ചിട്ടാണ് ഒന്ന് ഡയഗ്നോസിസ് ചെയ്യുന്നത്. കാരണം ജനിതക ഘടനയ്ക്കുള്ള മാറ്റങ്ങൾ, കാരണം പൂർവികര്, നമ്മുടെ അച്ഛൻ, അമ്മ അല്ലെങ്കിൽ മുത്തശ്ശൻ, മുത്തശ്ശി എന്ന് പറയുന്നവരിൽ നിന്ന് നമുക്ക് കൈമാറി കിട്ടിയ ഈ ജെനറ്റിക്സിനുള്ള വ്യത്യാസം കൊണ്ട് നമുക്ക് ചിലപ്പം ഈ പറഞ്ഞ ഫൈബ്രോമയാൽജി എന്ന് പറഞ്ഞ കണ്ടീഷൻ ഉണ്ടാകാം. പിന്നെ ഉണ്ടാകുന്നത് നമ്മുടെ പരിസ്ഥിതി സംബന്ധമായി, നമ്മൾ താമസിക്കുന്ന ഏരിയ, നമ്മൾ ശ്വസിക്കുന്ന വായു, ഉപയോഗിക്കുന്ന സാധനങ്ങൾ, അതായത് പെർഫ്യൂം, പൗഡറുകൾ, അതേപോലെ പറഞ്ഞ പോലെ ഒരുപാട് സാധനങ്ങൾ, അതേപോലെ നമ്മൾ പൊല്യൂഷൻ, ഈ പറഞ്ഞ പൊല്യൂഷൻസ് ഒക്കെ തന്നെ നമ്മൾ പ്രോപ്പർ ആയിട്ടുള്ള മാസ്കുകളോ അതേപോലെ ഗിയർസ് ഒന്നും ഉപയോഗിക്കാതെ തന്നെ നമ്മൾ പൊല്യൂഷൻ ആയിട്ടുള്ള ഏരിയയിൽ ഒരുപാട് നേരം സമയം ചെലവിടുക, ഇങ്ങനെയുള്ള ഘടനകൾ കൊണ്ടും നമ്മുടെ ഈ പറഞ്ഞ ജെനറ്റിക്സിന് മാറ്റങ്ങൾ ഉണ്ടാക്കാനായിട്ട് സാധിക്കും. ഈ മാറ്റങ്ങൾ നമുക്ക് ചിലപ്പോൾ ഒരു തുമ്മലായിരിക്കാം, പനിയായിരിക്കാം, ക്ഷീണം, തളർച്ച, ഇത് ക്രമേണ നമുക്ക് എപ്പോഴും പെയിൻ എന്ന് പറയുന്ന ഒരു കണ്ടീഷനിലേക്ക് വരും. അതെ, ഈ ഫൈബ്രോമയാൽജിയുടെ ഏറ്റവും കേന്ദ്രീകരണമായ ഒരു രോഗലക്ഷണം എന്ന് പറയുന്നത് വേദന. എപ്പോഴും വേദന. നമ്മളെ എവിടെ തൊട്ടാലും നമുക്ക് വേദന. അല്ലെങ്കിൽ ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കുന്ന സമയത്ത് നമുക്ക് കാലുകളിൽ വേദന, ഇടുപ്പിൽ വേദന, തോളിൽ വേദന, കഴുത്തിന് വേദന. ഇങ്ങനെ കറക്റ്റ് ആയിട്ട് നമുക്ക് ഇന്നിടത്താണ് വേദന എന്ന് പറഞ്ഞ് നമുക്ക് തൊട്ട് കാണിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയും കൂടാണ് ഈ ഫൈബ്രോമയാൽജിയ എന്ന് പറയുന്നത്. കാരണം ഈ ഫൈബ്രോമയാൽജിയ പെട്ടവരിൽ ഒരു കെമിക്കൽ, നമ്മുടെ ബ്രെയിനിനുള്ളിൽ ഒരുപാട് കെമിക്കൽസ് പ്രൊഡ്യൂസ് ചെയ്യും. ഈ കെമിക്കൽസ് പ്രൊഡ്യൂസ് ചെയ്യുന്നതൊക്കെ തന്നെ നമ്മുടെ ബോഡിക്ക് ആവശ്യമായിട്ടുള്ള രീതിയിലാണ്. കാരണം
പെയിൻ അല്ലെങ്കിൽ വേദന എന്ന് പറയുന്ന ഈ ഒരു പ്രക്രിയ നമ്മുടെ നട്ടലിന്റെ ഭാഗത്തു നിന്നാണ്. അതായത് സപ്പോസ് നിങ്ങളുടെ മുട്ട് എവിടെങ്കിലും തട്ടുക, കാൽ എവിടെങ്കിലും തട്ടുക, അല്ലെങ്കിൽ നമ്മുടെ കൈ കാലുകൾ എവിടെങ്കിലും ഒന്ന് മുറിയുക, പോറുകയൊക്കെ ചെയ്യുന്ന സമയത്ത് ഇന്നടത്ത് നമുക്ക് മുറിഞ്ഞു അല്ലെങ്കിൽ വേദന ഉണ്ടായി എന്നും പറഞ്ഞ് നമ്മുടെ നട്ടലിന്റെ അവിടുന്ന് അല്ലെങ്കിൽ സുഷുമ്നാ നാഡിയുടെ അവിടുന്ന് തുടങ്ങി നമ്മുടെ കശേരുക്കളുടെ അതിലേക്കൂടെ പോകുന്ന സ്പൈനൽ കോഡ് ഉണ്ട്. ഈ കോഡ് വഴി നമ്മുടെ ബ്രെയിനിൽ എത്തിക്കും. ബ്രെയിനിൽ എത്തിച്ച് ഇന്നടത്താണ് എനിക്ക് വേദന എന്ന് നമ്മുടെ ബ്രെയിനിൽ സിഗ്നൽ കൊടുക്കും. അല്ലെങ്കിൽ ഇവിടാണ് എനിക്ക് ഇഞ്ചുറി പറ്റിയിരിക്കുന്നത്, എനിക്ക് അതിന് പ്രോപ്പർ ആയിട്ടുള്ള ഫസ്റ്റ് എയ്ഡ് സ്റ്റാർട്ട് ചെയ്യണമെന്നും പറഞ്ഞിട്ട് ഒരു പ്രക്രിയ നടക്കും. ഈ പ്രക്രിയ എന്ന് പറയുന്നതാണ് ഒരു പെയിൻ ഗേറ്റ് തിയറി എന്ന് പറയുന്നതാണ്. അതായത് നമ്മുടെ പെയിൻ ട്രാവൽ ചെയ്യുന്ന ഒരു കാര്യമാണ് ഈ പറഞ്ഞത്. അപ്പോൾ ഈ പറഞ്ഞ പെയിൻ ട്രാവൽ ചെയ്യുന്ന ഏരിയകൾക്കും ഈ പറഞ്ഞ പ്രക്രിയ നടക്കാതിരിക്കുന്ന ഒരു അവസ്ഥയുമാണ് ഈ ഫൈബ്രോമയാൾജിയ എന്ന് പറഞ്ഞ കണ്ടീഷൻ. കാരണം ഈ കെമിക്കൽ റിയാക്ഷൻസ് ഒക്കെ നടക്കുന്നതിന് ഒരു സന്തുലിതാവസ്ഥ ഉണ്ടാക്കും. അതായത് പ്രോപ്പർ ആയിട്ട് ഇത് നടക്കത്തില്ല, ഈ പറഞ്ഞ ഫംഗ്ഷൻ നടക്കത്തില്ല. എവിടാണ് വേദനയെന്ന് അറിയത്തില്ല. കാരണം മുട്ടിനായിരിക്കും വേദന, പക്ഷേ അവർ തൊട്ട് കാണിക്കുന്ന ഇടുപ്പിനായിരിക്കും, ചിലപ്പോൾ തോളിനായിരിക്കും. ഈ തോളിന്റെ ഭാഗത്ത് ഞെക്കി നോക്കുമ്പോൾ അവിടെയും വേദന, ഈ മുട്ടിന്റെ ഭാഗത്ത് തൊട്ട് നോക്കുമ്പോൾ അവിടെയും വേദന. അപ്പം എക്സാക്റ്റ് ആയിട്ടുള്ള ഒരു ലൊക്കേഷൻ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റാത്തത് കൊണ്ട് ചിലപ്പോൾ ഇത് പറയും റൊമറ്റോളജിക്കൽ ആണെന്ന് പറയും, ചിലപ്പോൾ പറയും ന്യൂറോളജിക്കൽ ആണെന്ന് പറയും. ഇനി ചിലരിലാണെങ്കിൽ കോൺസ്റ്റിപ്പേഷൻ, ചിലരിൽ അതേപോലെ തന്നെ എന്ത് ഫുഡ് കഴിച്ചെന്ന് പറഞ്ഞാലും ബാത്റൂമിൽ പോകുക, അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ തന്നെ ഉണ്ടാവും. അപ്പോൾ ഓർക്കും നമുക്ക് ഗ്യാസ്ട്രോ ഇൻറ്റസ്റ്റൈനൽ പ്രശ്നമാണ്. അപ്പം എന്ത് കഴിച്ചാലും ശരീരത്തിൽ പിടിക്കുന്നില്ല, എപ്പോഴും ബാത്റൂമിൽ പോകുന്നു, എന്ത് കഴിച്ചാലും നമ്മുടെ വയറിന് പിടിക്കുന്നുമില്ല, അതുപോലെ വയർ എപ്പോഴും ബ്ലോട്ട് ചെയ്ത അവസ്ഥ, ബാത്റൂമിൽ പോകാൻ പറ്റാത്തൊരവസ്ഥ, ഇങ്ങനെയൊക്കെ ഉണ്ടാകുന്ന ടൈമിൽ നമ്മൾ ഫുഡുകൾ കഴിക്കത്തില്ല, പ്രോപ്പറായിട്ടുള്ള ന്യൂട്രീഷൻ ചെല്ലത്തില്ല, അങ്ങനെയും തളർച്ചകൾ വരുന്നു. അപ്പോൾ ഇത് മൊത്തത്തിൽ തന്നെ ഒരു കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള ഒരു സ്റ്റേജ് ആണ് ഈ പറഞ്ഞ ഫൈബ്രോമയാൾജിയ എന്ന് പറയുന്നത്. കാരണം എപ്പോഴും നമ്മൾ ഓർത്തോണം, ഇതിന്റെ രോഗലക്ഷണങ്ങൾ എന്ന് പറയുന്നത് പലതും ആകാം. കാരണം ചിലർക്ക് ആൻസൈറ്റി ആയിരിക്കാം, ഡിപ്രഷൻ ആയിരിക്കാം, ദേഷ്യമായിരിക്കാം. ഇങ്ങനെ ഓരോന്നും വ്യത്യസ്തമായിട്ട് ഓരോ വ്യക്തികളിൽ ഇത് പല രീതിയിലായിരിക്കും കണ്ടുവരുന്നത്. അത് തന്നെ ഇതിന്റെ രോഗനിർണയം നടത്തുക എന്ന് പറയുന്നത് ഒരുപാട്, നമ്മളിപ്പം ആദ്യം ഒരു ഡോക്ടറിന്റെ അടുത്ത് പോകും, ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ പറയും. അപ്പൊ അവരേതെങ്കിലും ഒരു ഓക്കെ ഇന്ന ഡയഗ്നോസിസ് ആണെന്ന് പറഞ്ഞ് ഡയഗ്നോസിസ് ചെയ്ത് കണ്ടുപിടിച്ച് വിടും. കുറെ കാലങ്ങൾക്ക് ശേഷം വീണ്ടും അടുത്ത രോഗലക്ഷണങ്ങൾ വരും, വീണ്ടും അതിന് മെഡിസിൻസ് എടുക്കും. അങ്ങനെ ഒരുപാട് കാലത്തേക്ക് നമ്മൾ ഡോക്ടർമാരുടെ അടുത്ത് ചെന്ന് റെഫറൻസ് തേടി 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 നമ്മളും മടുക്കും, ഈ പറഞ്ഞ കണ്ടീഷൻ ഉള്ളവരും മടുക്കും. അങ്ങനെ ഇത് എന്താണെന്ന് കണ്ടുപിടിക്കാതെ ഏറ്റവും ലാസ്റ്റ് സ്റ്റേജിലായിരിക്കും ചിലപ്പോൾ ഫൈബ്രോമയാൾജിയ എന്ന പറഞ്ഞ കണ്ടീഷനിലേക്ക് എത്തുന്നത്. അപ്പൊ പലർക്കും ഈ കണ്ടീഷൻ എന്താണെന്ന് അറിയത്തില്ല. ഇപ്പം സപ്പോസ് എക്സാമ്പിൾ ഒരു നമ്മൾ പറയുവാണെങ്കിൽ, വീട്ടിലൊരു കുട്ടിക്ക് നമ്മൾ ഇത് ഡയഗ്നോസിസ് ചെയ്തിട്ടുണ്ടെങ്കിൽ പേരൻസ് ഇതിനെപ്പറ്റി നന്നായിട്ട് അവയർനെസ് ഉണ്ടാകണം. ഇതെന്താണ് കണ്ടീഷൻ, ഇങ്ങനെയുള്ളവരെ നമുക്ക് എങ്ങനെ മാനേജ് ചെയ്യാൻ പറ്റും, എന്തൊക്കെ പ്രോപ്പർ ആയിട്ടുള്ള കാര്യങ്ങൾ അവർക്ക് ചെയ്തു കൊടുക്കാൻ പറ്റും, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ആദ്യം ഒരു നോളജ് ഗെയിൻ ചെയ്യാം. പലപ്പോഴും ഈ പറഞ്ഞ കണ്ടീഷൻസ് ഡയഗ്നോസിസ് ചെയ്തവർക്ക് വീട്ടിൽ നിന്ന് ഒരു ഏകാന്തതയാണ്, അല്ലെങ്കിൽ ഇന്ന കണ്ടീഷൻ, എനിക്ക് ഇന്ന അസുഖം വന്നു എന്ന് പറഞ്ഞ് നമ്മൾ ഒഴിവാക്കുന്നു, അല്ലെങ്കിൽ അതിനെ നമ്മൾ പ്രോപ്പറായിട്ട് നമ്മൾ മാനേജ് ചെയ്യുന്നില്ല. കാരണം എന്ന് പറഞ്ഞാൽ അവർക്ക് ചിലപ്പം പ്രഷർ വേരിയേഷൻ ഉണ്ടാകും, ആൻസൈറ്റി, ഡിപ്രഷൻ, ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ സ്ലീപ്പ് പ്രോപ്പർ ആയിരിക്കത്തില്ല. ഇങ്ങനെയൊക്കെ ഉള്ള ഒരുപാട് പ്രശ്നങ്ങൾ വരുന്നത് കൊണ്ട് തന്നെ ഇവരെ നമ്മൾ നന്നായിട്ട് മാനേജ് ചെയ്യണം. അവർക്ക് നമ്മൾ പ്രോപ്പറായിട്ടുള്ള എല്ലാ തരത്തിലുള്ള ട്രീറ്റ്മെന്റുകളും കൊടുക്കണം. ഇതൊരു രോഗാവസ്ഥ, എപ്പോഴും മരുന്ന് കഴിച്ച് നമ്മൾ മരുന്ന് കൊടുത്ത് ചികിത്സിക്കേണ്ട ഒരു കാര്യങ്ങളൊന്നല്ല. ഇതിനകത്ത് പ്രോപ്പറായിട്ടുള്ള വ്യായാമങ്ങൾ, ഓക്കെ മെഡിസിൻസ് കൊടുക്കണം, ആന്റി എപ്പിലെപ്റ്റിക് ഡ്രഗുകൾ, ആന്റി ഡിപ്രസൻ ഡ്രഗുകൾ. ഇതിനെ കൂടാതെ തന്നെ ഞാൻ മുമ്പേ പറഞ്ഞു, ഒരു സ്ഥലത്ത് ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പറ്റത്തില്ല, ഒരുപാട് ശബ്ദങ്ങൾ കേൾക്കാൻ പറ്റത്തില്ല, ലൈറ്റിന്റെ ബുദ്ധിമുട്ട്, ഇങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവും. അപ്പം ഇതൊക്കെ തന്നെ എങ്ങനെയൊക്കെ മാനേജ് ചെയ്യണം. നമ്മുടെ വീട്ടിലുള്ളവരെ, അതായത് നമുക്കിപ്പം വീട്ടിലൊരു കുട്ടിക്ക് ഇത് ഡയഗ്നോസിസ് ചെയ്താൽ അവൻ എന്തൊക്കെ അല്ലെങ്കിൽ അവർക്ക് എന്തൊക്കെ ബുദ്ധിമുട്ടുണ്ടെന്ന് നമ്മൾ ആദ്യം ഒബ്സർവ് ചെയ്യുക, അതിനെയൊക്കെ തന്നെ നമ്മൾ മാനേജ് ചെയ്ത് കൊടുക്കുക. ഇത് കുറച്ച് ദിവസം, കുറെ കാലം നമ്മൾ അല്ലെങ്കിൽ ഒരു 1-2 മാസം കഴിയുമ്പോഴത്തേനും നമുക്ക് നന്നായിട്ട് അത് മാനേജ് ചെയ്യാനും പറ്റും, ഇത് നല്ലൊരു റിസൾട്ട് ഉണ്ടാക്കി എടുക്കാനും പറ്റും. അതാണ് ഇതിനകത്ത് ഏറ്റവും വലിയൊരു പോയിന്റ് എന്ന് പറയുന്നത്. ഇങ്ങനെ ഒരു രോഗമുള്ള വ്യക്തിയെ നമ്മൾ ഒഴിവാക്കാൻ പാടില്ല എന്നാണ് ഞാൻ പറയുന്നത്. കാര്യം എന്ന് പറഞ്ഞാൽ ആ രോഗിയുടെ അല്ലെങ്കിൽ ആ ബുദ്ധിമുട്ടുള്ള വ്യക്തിയുടെ അവസ്ഥകളൊക്കെ നമ്മൾ മനസ്സിലാക്കണം. എന്തൊക്കെ അവസ്ഥകളാണ് പ്രശ്നമുള്ളതെന്ന് മനസ്സിലാക്കി അതിനുള്ള പ്രോപ്പറായിട്ട് നമ്മൾ മാനേജ് ചെയ്ത് കൊടുക്കുക എന്നതാണ് ഇതിന്റെ ഏറ്റവും വലിയ നല്ല റിസൾട്ട് നമുക്ക് കിട്ടുന്നതെന്ന് പറയുന്നത്. കാരണം നമുക്ക് കണ്ടറിയേണ്ട കുറെ ആൾക്കാർ ഇതുണ്ട്. കാരണം ഫൈബ്രോമയാൾജിയ എന്ന് പറയുന്ന ഈ ഒരു കണ്ടീഷൻ ഡയഗ്നോസിസ് ചെയ്ത ഒരുപാട് വ്യക്തി, അതായത് ഫേമസ് ആയിട്ടുള്ള ഒരുപാട് വ്യക്തികൾ നമ്മുടെ ലോകത്ത് തന്നെ ഉണ്ട്. നിങ്ങൾക്ക് ഗൂഗിൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കാണാൻ പറ്റും. അതിനകത്ത് ഫേമസ് ആയിട്ടുള്ള ഒരു ആക്ടറാണ് ജോണി ഡെബ് എന്ന് പറയുന്ന ഒരു അമേരിക്കൻ ആക്ടർ എന്ന് പറയുന്നത്. ഇദ്ദേഹം നമ്മളെ ഒരുപാട് സിനിമകളിലൂടെ നമ്മളെ ഞെട്ടിച്ചിട്ടുണ്ട്. അതിൽ ഫേമസ് 2 സിനിമകളാണ് പൈററ്റ്സ് ഓഫ് ദി കരീബിയൻ എന്നും അതേപോലെ ചാർലി ആൻഡ് ദ ചോക്ലേറ്റ് ഫാക്ടറി എന്ന് പറയുന്ന സിനിമ. കുട്ടികളുടെയൊക്കെ മനസ്സിൽ ഒരുപാട് ഇടിച്ചു കയറിയ
ഒരു നായകൻ തന്നെയാണ് ജോണി ഡെപ്പ്. ആലീസ് ഇൻ ദ വണ്ടർലാൻഡ് എന്നൊക്കെ പറയുന്ന ഈ പറഞ്ഞ മൂവികളിലൂടെയൊക്കെ തന്നെ നമ്മളെ ഞെട്ടിച്ച നടൻ തന്നെയാണ് ഈ ജോണി ഡെപ്പ്. ഇദ്ദേഹം ഫൈബ്രോമയാൽജിയ എന്ന് പറഞ്ഞ കണ്ടീഷൻ ഡയഗ്നോസിസ് ചെയ്ത ഒരു വ്യക്തിയാണ്. ഇദ്ദേഹം പറയുന്നുണ്ട്, ഇദ്ദേഹത്തിന് പ്രോപ്പർ ആയിട്ടുള്ള ഒരു ജീവിത ശൈലി ഇല്ലാഞ്ഞതാണ് ഇദ്ദേഹത്തിന് ഇങ്ങനൊരു അസുഖം ഡയഗ്നോസിസ് ചെയ്തതെന്ന്. പ്രോപ്പറായിട്ട് ഉറങ്ങാറില്ല, പ്രോപ്പറായിട്ട് പുള്ളി ഫുഡ് കഴിക്കാറില്ല, അതേപോലെ എല്ലാത്തിനും ഒരു റൊട്ടീന് മൊത്തത്തിൽ തന്നെ തെറ്റായിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു. അപ്പം ഇതെല്ലാം നന്നായിട്ട് മാനേജ് ചെയ്ത് പോയിട്ടാണ് അദ്ദേഹം ഈ പറഞ്ഞ ഇതേപോലത്തെ വലിയ നമ്മൾ റെക്കോർഡ് കളക്ഷനെ കണ്ട ഈ സിനിമകളിലൊക്കെ തന്നെ ഇദ്ദേഹം വന്നത്. അതേപോലെ തന്നെ കണ്ടുവരേണ്ടതാണ് അമേരിക്കൻ ആക്ടറായിട്ടുള്ള അടുത്തൊരു വ്യക്തി എന്ന് പറയുന്നത്. ഇദ്ദേഹത്തിന്റെ പേരാണ് മോർഗൻ ഫ്രീമാൻ എന്ന് പറഞ്ഞ് ഈ പടത്തിൽ കാണുന്നത്. ഇദ്ദേഹത്തിന്റെ പേര് നിങ്ങൾക്ക് അധികം ഫേമസ് അല്ല എങ്കിലും ഇദ്ദേഹത്തിന്റെ പടങ്ങളും ചില വീഡിയോസും ഒക്കെ നമ്മൾ പലയിടത്തും കണ്ടിട്ടുണ്ട്. ഇദ്ദേഹവും ഒരു ഫൈബ്രോമയാൽജിയ കണ്ടീഷന് അടിമപ്പെട്ട ഒരാളായിരുന്നു. ഇതെന്ന് പറഞ്ഞാൽ അദ്ദേഹം ഈ ഫൈബ്രോമയാൽജിയ വന്നു എന്ന് പറഞ്ഞ് ഒരു സ്ഥലത്ത് പുതച്ചു മൂടി കിടന്നില്ല. ഇദ്ദേഹത്തിന് റിപ്പോർട്ട് ചെയ്തത് 2019 ഒരു കാർ ആക്സിഡന്റിന് ശേഷം ഇദ്ദേഹത്തിന് പിന്നീട് തോളത്ത് നിന്ന് കയ്യിലേക്കും കയ്യിൽ നിന്ന് തോളിലേക്കുമായിട്ടുള്ള ശക്തമായ വേദന അദ്ദേഹത്തിന് ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാകാറുണ്ടായിരുന്നു. പിന്നീട് അത് നടുവിലേക്കായി, എപ്പോഴും ക്ഷീണം തളർച്ചയൊക്കെ ഉണ്ടായതായിട്ടാണ് അദ്ദേഹം ഒരു വലിയൊരു മീറ്റിംഗിൽ തന്നെ അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ പുള്ളിക്കുണ്ടായത് എന്ന് പറഞ്ഞാൽ ഒരു പോസ്റ്റ് ട്രോമാറ്റിക് സിൻഡ്രം ആണ്. അതായത് ഒരു വലിയൊരു ആക്സിഡന്റിന് ശേഷം അദ്ദേഹത്തിന്റെ ഈ പറഞ്ഞ ന്യൂറോളജിക്കൽ അല്ലെങ്കിൽ നമ്മൾ മുമ്പേ പറഞ്ഞ ന്യൂറോ കെമിക്കൽസിന്റെ ഒക്കെ സന്തുലനാവസ്ഥ കൂടുകയും പിന്നീട് അദ്ദേഹത്തിന് ഫൈബ്രോമയാൽജിയ എന്ന് പറഞ്ഞ കണ്ടീഷൻ പിടിപെടുകയുമായിരുന്നു. പക്ഷെ അദ്ദേഹം ഇതിനെല്ലാം തന്നെ മാനേജ് ചെയ്ത് ഒരുപാട് പടങ്ങളിൽ അഭിനയിക്കുകയും അതേപോലെ ഒരുപാട് കളക്ഷൻസ് ഉണ്ടാക്കുകയും അതുപോലെ അമേരിക്കയിലെ തന്നെ ഫേമസ് ആക്ടേഴ്സ് ലിസ്റ്റിൽ തന്നെ പെട്ട ഒരാളാണ് ഇദ്ദേഹം എന്ന് പറയുന്നത്. അതേപോലെ തന്നെ നമ്മൾ അടുത്ത കാണുന്ന ആളാണ് ലേഡി ഗാഗ എന്ന് പറയുന്ന ഈ പോപ്പ് സിംഗർ. ഈ പോപ്പ് സ്റ്റാറിനും ഇതേപോലെ ഈ പറഞ്ഞ ഫൈബ്രോമയാൽജിയ എന്ന് പറഞ്ഞ കണ്ടീഷൻ ഡയഗ്നോസിസ് ചെയ്തിട്ടുണ്ട്. ഈ പറഞ്ഞ വ്യക്തിയും പറഞ്ഞിട്ടുണ്ട് ഇദ്ദേഹം ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചിട്ടുണ്ട്, പെയിനുകൾ ഉണ്ടായിട്ടുണ്ട്, ഉറക്കത്തിന് ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട്, ആൻസൈറ്റി, ഡിപ്രഷൻ, ഇതിനൊക്കെ തന്നെ ഈ ആള് ഒരുപാട് മെഡിസിൻസ് യൂസ് ചെയ്തിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞു. പക്ഷെ ഇവരൊക്കെ തന്നെയും ഇതിനെ നന്നായിട്ട് മാനേജ് ചെയ്ത് മുന്നിലേക്ക് പോയവരാണ്. അപ്പൊ ഇവരെയൊക്കെ നമ്മൾ നോക്കുക, ഇവരൊക്കെ ഒരു സ്ഥലത്ത് പൊതച്ചുമൂടി കിടന്നോ ഈ പറഞ്ഞ ഫൈബ്രോമയാൽജിയ എന്ന് പറഞ്ഞ കണ്ടീഷൻ ഉണ്ടായിട്ട് ഇതിനൊക്കെ തന്നെ എങ്ങനെ മാനേജ് ചെയ്യണം എന്നുള്ള ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു എഡ്യൂക്കേഷൻ ക്രിയേറ്റ് ചെയ്തു. അതേപോലെ അതിന് കറക്റ്റ് ആയിട്ടുള്ള മെഡിസിൻസ് യൂസ് ചെയ്തു, പ്രോപ്പറായിട്ട് എക്സസൈസ് ചെയ്തു. ഇതിന് തന്നെ ഏറ്റവും നല്ല റിസൾട്ട് നമുക്ക് കിട്ടുക എന്ന് പറയുന്നത് എന്താണ്? ബ്രെയിനെ റീട്രെയിനിങ് ചെയ്യുക. ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ നമ്മുടെ ബ്രെയിനിൽ ഉണ്ടാകുന്ന ഒരു സന്തുലിതാവസ്ഥ അല്ലെങ്കിൽ ആ പെയിനെ ക്യാരി ചെയ്യുന്ന കുറെ പാത്വേ ഉണ്ട്. അവർക്കൊക്കെ തന്നെ ആ ഫങ്ഷൻസ് ഡിസ്ഫങ്ഷൻ ആകുന്നത് കൊണ്ടാണ് ഈ പറഞ്ഞ പെയിൻ ഏത് സ്ഥലത്താണ്, എപ്പോഴും ഒരു മൂഡ് സ്വിങ്സ്, ഡിപ്രഷൻ, ഈ പറഞ്ഞ സാധനം നമുക്ക് ഉണ്ടാകുന്നത്. അപ്പം നമ്മുടെ ബ്രെയിനെ വീണ്ടും റീട്രെയിനിങ് ചെയ്യുക. അതിന് ഏറ്റവും നല്ല റിസൾട്ട് എന്ന് പറയുന്നത് എന്താണ്? കറക്റ്റ് ആയിട്ടുള്ള വ്യായാമം. അതായത് ഇതിന് ഏറ്റവും നമുക്ക് എഫക്റ്റീവ് വേ എന്ന് പറയുന്നത് ഹൈഡ്രോതെറാപ്പി എന്നാണ് പറയുന്നത്. അതായത് ഒരുപാട് റിസർച്ചേഴ്സ് പറയുന്നത് ഹൈഡ്രോതെറാപ്പി നമുക്ക് ചെയ്യണമെന്ന്, ഹൈഡ്രോതെറാപ്പി ചെയ്യുന്നത് ഭയങ്കര എഫക്റ്റീവ് ആണെന്നാണ് പറയുന്നത്. അപ്പോൾ എല്ലാവർക്കും ഇപ്പോൾ ഹൈഡ്രോതെറാപ്പി, പൂൾ തെറാപ്പി, സ്വിമ്മിംഗ് തെറാപ്പി ഇതൊക്കെ നമുക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടല്ലേ? എല്ലാവർക്കും അത് കുറച്ച് എക്സ്പെൻസീവ് ആണ്, എല്ലാവർക്കും അതൊരു അഫോർഡബിൾ ആയിട്ടുള്ള കാര്യമല്ല. എങ്കിലും സ്വിമ്മിങ് ചെയ്യുക അല്ലെങ്കിൽ സ്വിമ്മിങ് പരിശീലിച്ച് നോക്കുക എന്ന് പറയുന്ന ഒരു നല്ല കാര്യമല്ലേ? എപ്പോഴും മെഡിസിൻസ് കഴിച്ച് എപ്പോഴും നമ്മൾ ഡിപ്രസ്ഡ് സ്റ്റേജിൽ ഇരിക്കുന്നതിനേക്കാളും നല്ലത് ഈ പറഞ്ഞ ഒരു സ്വിമ്മിംഗ് പൂളോ അല്ലെങ്കിൽ അങ്ങനെയുള്ള സ്ഥലത്ത് പോയിട്ട് ഒന്ന് സ്വിം ചെയ്യുക, അല്ലെങ്കിൽ അതിനെപ്പറ്റി പഠിക്കുക. ഇതൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ മൈൻഡ് തന്നെ മാറും. ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ കോഗ്നിറ്റീവ് ബിഹേവിയറൽ തെറാപ്പി, നമുക്കൊരു സ്ഥലത്ത് കറക്റ്റായിട്ട് ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പറ്റത്തില്ല. അപ്പൊ ഇങ്ങനെയുള്ളവർക്കും അപ്പൊ സ്വിമ്മിങ് എങ്ങനെ നീന്താൻ പറ്റും, ഇതിനെപ്പറ്റിയുള്ള പുതിയ അറിവുകളൊക്കെ കിട്ടുക. അങ്ങനെ നമ്മൾ നമ്മുടെ ബ്രെയിനെ റീട്രെയിനിങ് ചെയ്തെടുക്കണം. കാരണം ഓൾറെഡി നമ്മുടെ ബ്രെയിൻ ഇങ്ങനെ ഇൻഫ്ലമേഷൻ വന്ന് ആകെ പുകഞ്ഞു നിൽക്കുന്ന സ്ഥലത്ത് നമ്മൾ അതിനെ പതുക്കെ ട്രെയിൻ ചെയ്തെടുക്കണം. 1-2 ദിവസം കൊണ്ട് നമുക്കിത് സാധിക്കത്തില്ല. കാരണം വിട്ടുമാറാത്ത 3 മാസത്തെ ഈ പറഞ്ഞ വേദനകളും ബുദ്ധിമുട്ടും ഒക്കെ ഉണ്ടാകുന്നവർക്കാണ് ഈ പറഞ്ഞ ഫൈബ്രോമയാൽജിയ എന്ന് പറഞ്ഞ കണ്ടീഷൻ, അതായത് ക്ലിനിക്കൽ ഡയഗ്നോസിസ് ചെയ്യുന്നതെന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇതൊരു 2-3 6 മാസമായിട്ട് നമ്മൾ ട്രെയിൻ ചെയ്ത് പതുക്കെ നമ്മൾ ഇതിനെ മാറ്റി കൊണ്ടുവരണം. അല്ലാതെ എനിക്ക് ഈ അസുഖം റിപ്പോർട്ട് ചെയ്തു, എനിക്കിത് ഉണ്ടെന്ന് പറഞ്ഞ് നമ്മൾ ഡിപ്രസ്ഡ് ആയിട്ട് ഇരിക്കാൻ ഒരിക്കലും തന്നെ പാടില്ല. അപ്പൊ സ്വിമ്മിംഗ് തെറാപ്പി, അതുപോലെ വാക്കിങ്, ജോഗിങ്, എന്ത് തരത്തിലുള്ള വ്യായാമമാണെങ്കിലും ആ വ്യായാമം ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ള പ്രോപ്പർ ആയിട്ടുള്ള എഡ്യൂക്കേഷൻ നമ്മൾ ക്രിയേറ്റ് ചെയ്യുക. എത്ര മിനിറ്റ് ചെയ്യണം? ഒരു 30 മിനിറ്റ് എങ്കിൽ 30 മിനിറ്റ്. ആ 30 മിനിറ്റ് നല്ല പെർഫെക്റ്റ് ആയിട്ട് എക്സസൈസ് ചെയ്യുക. അപ്പം എക്സസൈസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് നല്ല ഹാപ്പി ഹോർമോൺ, എൻഡോർഫിൻ എന്ന് പറഞ്ഞ ഹോർമോൺസ് നമ്മുടെ ബോഡിയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഈ നമുക്ക് ഡിപ്രഷൻ, സ്ട്രെസ്, കോർട്ടിസോൾ എന്നൊക്കെ പറഞ്ഞ കാര്യങ്ങൾ നമുക്ക് സപ്രസ് ചെയ്യാനായിട്ട് സാധിക്കും. നല്ലതായിട്ട് ഉറങ്ങാനും സാധിക്കും. കാരണം
ഒരുപാട് പഠനങ്ങൾ കൊണ്ടുവന്നതിനകത്ത് പറയുന്നു മെഡിസിൻസ് ഒക്കെ തന്നെ 20-40% മാത്രമാണ് എഫക്റ്റീവ് എന്നും 92% എഫക്റ്റീവ് ആണ് എക്സസൈസ് തെറാപ്പിയും അതേപോലെ കോഗ്നിറ്റീവ് ബിഹേവിയറൽ തെറാപ്പിയും ചെയ്യുന്നത്. അതായത് നമ്മൾ മെന്റലി നമ്മളാളെ സ്റ്റേബിൾ ആക്കുക, മെഡിറ്റേഷൻ, യോഗ, അതേപോലെ ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ നമ്മൾ ഹൈഡ്രോ തെറാപ്പി അല്ലെങ്കിൽ പൂൾ തെറാപ്പി, ഇനി ഇതൊന്നും അല്ലെങ്കിൽ റെസിസ്റ്റന്റ് ട്രെയിനിങ്, ഇതൊക്കെ നമ്മൾ നല്ലതായിട്ട് ചെയ്യണം. കാരണം ഇതൊക്കെ ഞാൻ പറഞ്ഞു എന്ന് പറഞ്ഞ് നാളെ ഓടിപ്പോയി ഒരു ജിമ്മിൽ ജോയിൻ ചെയ്ത് കുറേ വെയിറ്റ് എടുത്ത് പൊക്കി ഞാൻ എക്സസൈസ് ചെയ്യുന്നു എന്നല്ല. എനിക്ക് ഇങ്ങനെ ഒരു കണ്ടീഷൻ ഉണ്ട്, എൻ്റെ ഈ കണ്ടീഷന് അനുയോജ്യമായിട്ടുള്ള എക്സസൈസ് പ്രിസ്ക്രിപ്ഷൻ വേണമെന്നും പറഞ്ഞിട്ട് തന്നെ വേണം ഒരു ട്രെയിനറിൻ്റെ അടുത്ത് പോകാൻ. അദ്ദേഹം തരുന്ന രീതിയിലുള്ള പാറ്റേണിലുള്ള കറക്റ്റ് ആയിട്ടുള്ള എക്സസൈസ് ചെയ്യുക, നിങ്ങൾക്ക് നല്ല റിസൾട്ടും കിട്ടും. ഇത് തുടർന്ന് കുറേ കാലങ്ങൾ ചെയ്യുമ്പോഴത്തേനും ഇത് നിങ്ങളിലേക്ക് അഡാപ്റ്റ് ആവുകയും നിങ്ങൾക്ക് ഇത് ഒഴിച്ചുകൂടാൻ പറ്റാത്തതും നിങ്ങൾക്ക് ഏതൊക്കെ സിംറ്റംസിനെ എങ്ങനെയൊക്കെ തന്നെ മാനേജ് ചെയ്യണമെന്നും പറ്റി നിങ്ങൾക്കും ഒരു അറിവുണ്ടാവും. ഇനി ഇതിന്റെ രോഗനിർണയം എങ്ങനെയാണെന്നല്ലേ, ഫൈബ്രോമയാൽജിയ എങ്ങനെ നമുക്ക് നിർണ്ണയിക്കാം അല്ലെങ്കിൽ ഡയഗ്നോസിസ് ചെയ്ത് കൺഫേം ചെയ്യാമെന്ന് ചോദിച്ചാൽ ബ്ലഡ് ടെസ്റ്റുകൾക്കകത്തൂടെയും എക്സ്റേ, CT സ്കാനിൻ്റെ അകത്തൂടെയും ഒന്നും തന്നെയും സാധിക്കത്തില്ല. കാരണം ഇതിനകത്തെല്ലാം നോക്കുമ്പോഴും ആള് നല്ല പക്ക നോർമൽ ആയിരിക്കും. അപ്പം എങ്ങനെ ഇത് ഡയഗ്നോസിസ് ചെയ്യാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ക്ലിനിക്കൽ ഡയഗ്നോസിസിന്റെ ഭാഗമായിട്ട് ഒരു റേറ്റിംഗ് സ്കെയിൽ ഉണ്ട്. ആ റേറ്റിംഗ് സ്കെയിലിനകത്ത് നമുക്ക് 18 ടെൻഡർ പോയിന്റ്, അതായത് എല്ലാ പേശികളുടെയും മണ്ടയ്ക്ക് നമ്മളിപ്പം ഫോറാം മസിലിലേക്ക് നമ്മൾ തൊട്ട് നോക്കുകയാണെങ്കിൽ ഫോറാം മസിലിന്റെ ഏരിയയിൽ ഒരു തടുത്ത ഭാഗം കാണും. ഈ തടുത്ത ഭാഗമാണ് നമ്മുടെ ടെൻഡർ പോയിന്റ് എന്ന് പറയുന്നത്. ഇതേപോലെ 18 ടെൻഡർ പോയിന്റുകൾ നമ്മുടെ ശരീരത്തിൽ നെഞ്ചത്തും പുറത്തും കഴുത്തും തോളത്തും കാലത്തും ഒക്കെ ആയിട്ട് കാലിലും ഒക്കെ ആയിട്ട് നമുക്ക് ഒരുപാട് ടെൻഡർ പോയിന്റുകളുണ്ട്. ഈ ടെൻഡർ പോയിന്റുകളിൽ 18 എണ്ണത്തിൽ 11 എണ്ണത്തിൽ നമുക്ക് തൊടുമ്പോഴുള്ള വേദന, അതായത് അലോഡൈനിയ എന്ന് പറഞ്ഞതാണ്. അലോഡൈനിയ എന്ന് പറഞ്ഞാൽ നമുക്ക് തൊട്ട് കഴിഞ്ഞാൽ അവിടെ പെയിൻ ആയിരിക്കും. അപ്പൊ ആ തൊടുന്ന പെയിന് നമുക്ക് 18 എണ്ണത്തിൽ 11 എണ്ണത്തിനെങ്കിലും റിപ്പോർട്ട് ചെയ്യുക. അതേപോലെ 3 മാസത്തിന് മുകളിൽ തുടർച്ചയായ വേദന, അതായത് നമുക്ക് പ്രോപ്പറായിട്ട് എക്സാക്ട് ഇന്ന സ്ഥലത്താണ് എനിക്ക് വേദന, എനിക്ക് ഇന്നതാണ് പ്രശ്നം എന്ന് പറഞ്ഞ് നമുക്ക് തൊട്ട് കാണിക്കാൻ പറ്റാത്ത ഒരു കൺഫ്യൂഷൻ. പിന്നെ ഒരു കാര്യത്തിൽ നമുക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പറ്റുന്നില്ല, പറഞ്ഞതൊന്നും നമുക്ക് ഓർത്തിരിക്കാൻ പറ്റുന്നില്ല, ഇന്നലെ ചെയ്ത കാര്യമാണെങ്കിലും മറന്നു പോവുക, കണക്ക് കൂട്ടാനുള്ള ബുദ്ധിമുട്ട്, ഇങ്ങനെയുള്ള കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു മെന്റൽ നമുക്ക് എന്താണ് നമുക്ക് കൺക്ലൂഷനിൽ കൊണ്ടെത്തിക്കാൻ പറ്റാത്ത ഒരു ബുദ്ധിമുട്ട്, കോഗ്നിറ്റീവ് ഡിസോർഡർ ആണത്. അപ്പം ഇങ്ങനെയുള്ള ക്ലിനിക്കൽ ഡയഗ്നോസിസ്. ഇനി ഇതൊന്നും അല്ലാണ്ട് നമുക്ക് പെറ്റ് സ്കാൻ എന്ന് പറയുന്ന ഒരു സ്കാനിങ് ഉണ്ട്. ഈ സ്കാനിങ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ബ്രെയിനിന് ആവശ്യമെന്ന് പറയുന്നത് ഗ്ലൂക്കോസ് ആണ്. അപ്പൊ ഈ ഗ്ലൂക്കോസ് എന്ന് പറഞ്ഞ കാര്യത്തിനെ നമ്മുടെ വെയിനിലൂടെ കടത്തിവിടും. അതായത് ഈ ട്രേസേഴ്സ്, ഒരു ഗ്ലൂക്കോസ് ട്രേസേഴ്സ് നമ്മുടെ ബ്രെയിനിലേക്ക് കടത്തിവിടും. നമ്മുടെ ബ്രെയിനിൽ ഒരുപാട് സെല്ലുകളുണ്ട്, അതിനെയൊക്കെ പറയുന്നതാണ് ഗ്ലയൽ സെൽസ് എന്നാണ് പറയുന്നത്. ഗ്ലയൽ സെൽസ് എന്ന് പറയുന്നത് നമ്മുടെ ഈ ബ്രെയിനിന്റെ സ്ട്രക്ചർ, അതായത് ഈ ഫൗണ്ടേഷനൊക്കെ നമ്മളിങ്ങനെ ക്രിയേറ്റ് ചെയ്ത് നിർത്തിക്കുന്നതാണ് ഗ്ലയൽ സെൽസ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ഗ്ലയൽ സെൽസിലേക്ക്, അതായത് ഈ പറഞ്ഞ ഗ്ലൂക്കോസ് നമ്മുടെ കടത്തി വിട്ടിട്ടുണ്ടല്ലോ, അപ്പൊ ഈ കടത്തി വിട്ടേക്കുന്ന ഗ്ലൂക്കോസ് മേളിലേക്ക് നമ്മുടെ ഈ പറഞ്ഞ ബ്ലഡ് സ്ട്രീമിൽ കൂടെ ചെന്ന് നമ്മുടെ ബ്രെയിനിന് ആവശ്യമായിട്ടുള്ളത് ഗ്ലൂക്കോസ് ആണെന്ന് ഞാൻ മുമ്പേ പറഞ്ഞു. അപ്പോൾ ഈ പറഞ്ഞ ഗ്ലൂക്കോസ് നമ്മുടെ ഈ ഗ്ലയൽ സെൽസിലേക്ക് ചെന്ന് കയറും. അപ്പോൾ അവിടെ ഗ്ലൂട്ടാമേറ്റ് എന്ന് പറയുന്ന ഒരു കെമിക്കൽ ഉണ്ട്. ഈ കെമിക്കലാണ് നമ്മുടെ പെയിനെ സെൻസിറ്റീവ് ചെയ്യാനായിട്ട് ഒരുപാട് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു കെമിക്കൽ എന്ന് പറയുന്നത്. അന്നേരം ഇതിനെ ടോമോഗ്രഫി ചെയ്യാനായിട്ട്, അതായത് പൊസിട്രോൺ എമിഷൻ ടോമോഗ്രഫി എന്നാണ് ഈ പറഞ്ഞ സ്കാനിന്റെ പേരെന്ന് പറയുന്നത്, പെറ്റ് സ്കാൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ സ്കാനിങ് മെഷീനുള്ളിൽ നമുക്ക് കാണാൻ പറ്റും ഈ ഗ്ലൂട്ടാമേറ്റ് എന്ന് പറയുന്ന ഈ ഗ്ലൂട്ടാമേറ്റ് ഭയങ്കരമായിട്ട് ഓവർ പ്രൊഡക്ഷൻ ആയിരിക്കും ഈ ഫൈബ്രോമയാൽജിയ എന്ന് പറഞ്ഞ കണ്ടീഷൻ ഉള്ളവർക്ക്. കാരണം എപ്പോഴും പെയിൻ ഇങ്ങനെ സെൻസിറ്റീവ് ചെയ്ത് ഈ പറഞ്ഞ കണ്ടന്റ് ബ്രെയിനിൽ ഭയങ്കര കൂടുതലായിരിക്കും. അപ്പോൾ ഈ പറഞ്ഞ ഗ്ലൂക്കോസ് ട്രാവൽ ചെയ്ത് ചെല്ലുന്നു, ഗ്ലയൽ സെൽസിലൊക്കെ ചെന്ന് ഒട്ടിപ്പിടിക്കുകയൊക്കെ ചെയ്യുന്ന സമയത്ത് ഇത് ഏറ്റവും കൂടുതൽ ഈ പറഞ്ഞ ഗ്ലൂക്കോസിന്റെ ഡിമാൻഡ് എവിടെ ഉണ്ടാക്കുന്നോ ആ ഏരിയകളിലൊക്കെയാണ് ഈ പറഞ്ഞ പെയിനെ അധികം സെൻസിറ്റീവ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ബ്രെയിനിന്റെ അകത്ത് ഓരോരോ ഏരിയകളുണ്ട്, ആ ഏരിയകൾക്ക് ഇന്ന ഫംഗ്ഷൻ ആണെന്ന് നമുക്ക് ഓൾറെഡി നമുക്ക് തെളിയിച്ചു വെച്ചിട്ടുണ്ട്. അപ്പൊ ഈ പറഞ്ഞ ഫംഗ്ഷൻസ് ഒക്കെ തന്നെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും ഈ പറഞ്ഞ ഫൈബ്രോമയാൽജിയയുടെ സിംറ്റോം ആയിട്ട്. അങ്ങനെ നമുക്ക് രോഗനിർണയം കൺഫേം ആക്കാനായിട്ട് സാധിക്കും. ഇതാണ് ഫൈബ്രോമയാൽജിയയിലെ രോഗനിർണയത്തിന്റെ ടെസ്റ്റും എങ്ങനെയാണെന്ന് കണ്ടുപിടിക്കുന്നതും. കാരണം ഒരുപാട് നമ്മൾ ഡോക്ടേഴ്സിന്റെ അടുത്തൊക്കെ ചെന്ന് നമ്മൾ ഇന്ന കണ്ടീഷനാണെന്നൊക്കെ പറയുമ്പോൾ അതിനൊക്കെ നമുക്ക് കൗണ്ടർ മെഡിക്കേഷന് കാര്യങ്ങളൊക്കെ തന്നു ഒടുവിൽ ഏറ്റവും ചിലപ്പോൾ ഒരുപാട് സമയം എടുത്തിട്ടായിരിക്കും ഈ പറഞ്ഞ കണ്ടീഷൻസ് ഒക്കെ തന്നെ നമ്മൾ കൺഫേംഡ് ആക്കുന്നത്. മുമ്പ് ഞാൻ പറഞ്ഞ ഈ സെലിബ്രിറ്റീസ് ഒക്കെ തന്നെയും 3-4 വർഷം കഴിഞ്ഞിട്ടാണ് ഈ പറഞ്ഞ മെഡിക്കൽ കണ്ടീഷൻ ആണെന്ന് അവർ പോലും ഡയഗ്നോസിസ് ചെയ്തത്. ഇത്രയും ഫെസിലിറ്റീസ്, ഇത്രയും കാര്യങ്ങൾ ഒന്ന് ഞൊടിച്ചാൽ അവർക്ക് കിട്ടുന്ന ഒരുപാട് ഫെസിലിറ്റീസ് അവരുടെ വിരൽത്തുമ്പിൽ ഉണ്ടായിട്ട് പോലും അവർക്കും ഡയഗ്നോസിസ് ചെയ്യുന്ന ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമാണ്.
പക്ഷേ നിങ്ങൾ ഇതൊന്നും പേടിക്കേണ്ട കാര്യമില്ല. ഇതൊക്കെ വന്ന് നിങ്ങൾ ഒരു സ്ഥലത്ത് തളർന്ന് കിടക്കുകയൊന്നുമല്ല. ഈ പറഞ്ഞ കുറെ അധികം സിംപ്റ്റംസ് ഉണ്ട്. ബവൽ സിൻഡ്രോംസ്, ന്യൂറോളജിക്കൽ, റുമറ്റോളജിക്കൽ സിംപ്റ്റംസ് ഒക്കെ ഉണ്ട്. ഈ സിംപ്റ്റംസിനെയൊക്കെ തന്നെ നിങ്ങൾ മാനേജ് ചെയ്ത് പോകുക. അപ്പം പെയിനെ കുറയ്ക്കാനായിട്ട് ഞാൻ മുമ്പേ പറഞ്ഞു, വ്യായാമം ചെയ്യുക, യോഗ ചെയ്യുക, നല്ലതായിട്ട് മെഡിറ്റേഷൻ ചെയ്യുക, നന്നായിട്ട് റിലാക്സ് ചെയ്യുക. പിന്നെ ഒരു ഹെൽത്തി ലൈഫ് സ്റ്റൈൽ ക്രിയേറ്റ് ചെയ്യുക. മുമ്പ് ഞാൻ പറഞ്ഞു ജോൺ ഈറ്റപ്പിന്റെ കാര്യം. അദ്ദേഹത്തിന് ഒരു ഹെൽത്തി ലൈഫ് സ്റ്റൈൽ ഇല്ലാഞ്ഞത് കൊണ്ടാണ് അദ്ദേഹത്തിന് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായതെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അപ്പോൾ ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഹെൽത്തി ലൈഫ് സ്റ്റൈൽ, നല്ല ഫുഡുകൾ, പ്രൊസീഡ് ഫുഡുകൾ, ഷുഗറുകൾ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അവോയ്ഡ് ചെയ്യുക. ഇനി ഓവർ വെയ്റ്റ് ആയിട്ടുള്ള വ്യക്തികളാണെങ്കിൽ ഭാരം കുറയ്ക്കുക. അതേപോലെ ഇനി വെയിറ്റ് ഇല്ല, അതേപോലെ വളരെ ലീൻ ആയിട്ടുള്ള വ്യക്തികളാണെങ്കിൽ അവർക്ക് പ്രോപ്പർ ആയിട്ടുള്ള പ്രോട്ടീൻ ഇൻടേക്കും അതേപോലെ മിനറൽസ്, വൈറ്റമിൻസ് ഇതൊക്കെ ആയിട്ടുള്ള ഒരു ഹെൽത്തി ഡയറ്റ് പ്ലാൻ ഒരു ന്യൂട്രീഷനിസ്റ്റിനെ കണ്ട് ക്രിയേറ്റ് ചെയ്തിട്ട് അതിന് തക്കതായിട്ടുള്ള ഫോളോ അപ്പ് ചെയ്യാം. അപ്പോൾ എന്താണ് നിങ്ങൾക്ക് ഫൈബ്രോമയാൽജിയ എന്ന് മനസ്സിലായില്ലേ? എന്താണ് ഫൈബ്രോമയാൽജിയ, ഉണ്ടാകാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ്, ഇത് മൂലം അനുഭവപ്പെടുന്ന വ്യക്തികൾ ഇതൊക്കെ എങ്ങനെ തന്നെയാണ് മാനേജ് ചെയ്ത് ലോകത്ത് പോയി ഇപ്പൊ സക്സസ് ആയിട്ടുള്ളവരെന്ന് പറയാം. അപ്പം നിങ്ങൾ ഇതിനെ ഒന്നും പേടിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല. ഇതൊരു പേടിക്കേണ്ട അസുഖവുമല്ല എന്ന് നിങ്ങൾക്ക് ഇപ്പൊ മനസ്സിലായി. അപ്പം പുതിയൊരു വീഡിയോയിൽ നമ്മൾ പുതിയൊരു കണ്ടീഷനുമായിട്ട് കാണുന്നിടം വരെ ബൈ.